പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 41 നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അപ്പോൾ റസൽമേനിയ 41 ആദ്യ ദിവസം ആ മെയിൻ ഷോ ആരംഭിക്കുന്നതിന് മുൻപ് WWE പുറത്തേക്ക് വിട്ട ഒരു ബ്രേക്കിംഗ് സർപ്രൈസ് ന്യൂസ്. മെക്സിക്കൻ കമ്പനിയായ AAA ലൂച്ച ലിബ്രെ എന്ന് പറയുന്ന കമ്പനിയെ WWE വാങ്ങി എന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു. ഈ ഒരു ന്യൂസ് ഒരു വെബ്സൈറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രയും വളരെ സീക്രട്ടായിട്ട് WWE നടത്തിയൊരു ഡീലായിരുന്നു AAA എന്ന് പറയുന്ന മെക്സിക്കനിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു റെസ്ലിംഗ് കമ്പനിയെ വാങ്ങിയത്. AAA WWE വാങ്ങിയതിനെ സംബന്ധിച്ച് ട്രിപ്പിൾ എച്ച് പറഞ്ഞത് അതിൻ്റെ സ്റ്റൈലിൽ മെക്സിക്കോയിൽ തന്നെ AAA എന്ന് പറയുന്ന കമ്പനി മുന്നോട്ടേക്ക് പോകും. WWE മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. AAA ലൂച്ച സ്റ്റൈലിലുള്ള അതേ മത്സരങ്ങളും അതേ മത്സര രീതികളുമായിട്ട് അവർ മെക്സിക്കോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതും WWE അറിയിച്ചിട്ടുണ്ട്. കൂടാതെ AAA കമ്പനിയിലെ ഏറ്റവും പ്രശസ്ത റെസ്ലർമാരിൽ ഒരാളായ വൈക്കിംഗോ എന്ന് പറയുന്ന റെസ്ലറിനെയും റസൽമേനിയ 41 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. എൽ ഗ്രാൻഡെ അമേരിക്കാനോ വേഴ്സസ് റേ ഫിനിക്സ് മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് വൈക്കിംഗോ എന്ന് പറയുന്ന റെസ്ലറിനെ സ്ക്രീനിൽ കാണിച്ചു. ആദ്യം എൽ ഗ്രാൻഡെ അമേരിക്കാനുമായിട്ടൊരു ഫിസിക്കലായിട്ടുള്ള ഒരു ഫൈറ്റ് ചെറിയ രീതിയിൽ വൈക്കിംഗോ ഉണ്ടാകുന്നുണ്ട്. മത്സരത്തിൽ എൽ ഗ്രാൻഡെ അമേരിക്കാനോ വിജയിച്ചതിന് ശേഷം റേ ഫിനിക്സിനെ വന്നിട്ട് റിങ്ങിൽ സഹായിക്കുന്നത് വൈക്കിംഗോ ആയിരുന്നു. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനും AAA റെസ്ലറായ വൈക്കിംഗോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വൈക്കിംഗോ എന്ന് പറയുന്ന റെസ്ലർ ഈ ആഴ്ച, അതായത് ഇനി വരാൻ പോകുന്ന സൺഡേ നടക്കുന്ന TNA റെസ്ലിങ്ങിൻ്റെ ഒരു പേപ്പർ വ്യൂവിൽ പങ്കെടുക്കുന്നുള്ളതും TNA റെസ്ലിംഗ് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ AAA കമ്പനിയുടെ റെസ്ലേഴ്സിന് മറ്റ് കമ്പനിയിൽ പോയി പ്രവർത്തിക്കുന്നത് WWE വാങ്ങിയതിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു കാര്യമാണെന്നും കൂടി അറിയാൻ സാധിക്കുന്നു. രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് റസൽമേനിയ 41 മത്സരത്തിൽ ബെയ്ലിയെ പുറത്താക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റസൽമേനിയയിലെ ഇന്നത്തെ കിക്ക് ഓഫ് ഷോയ്ക്ക് ഇടയിലൂടെയാണ് ബെയ്ലി എന്ന താരത്തിന് ബാക്ക് സ്റ്റേജിൽ ഒരു ആക്രമണം നേരിട്ടത് കൊണ്ട് തന്നെ ബെയ്ലി റസൽമേനിയ 41 രണ്ടാമത്തെ ദിവസത്തിൽ നടക്കുന്ന വുമൺസ് ടാഗ് ടീം മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നും ലൈറ വാൽക്കീരിയയ്ക്ക് ഒരു മിസ്റ്ററി പാർട്ണറാണ് ഉണ്ടായിരിക്കുക എന്നും ആ മിസ്റ്ററി പാർട്ണറെ ലൈറ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു അപ്ഡേറ്റും WWE പങ്കുവെക്കുന്നത്. അപ്പോൾ ബെയ്ലി എന്ന താരത്തിന് യഥാർത്ഥ ഇഞ്ചുറി എന്തെങ്കിലും പെട്ടെന്നുണ്ടായതുകൊണ്ടാണോ താരത്തെ പുറത്താക്കിയത് എന്നുള്ളൊരു സംശയം പല കൂട്ടുകാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്, ബെയ്ലി എന്ന താരത്തിന് യഥാർത്ഥത്തിൽ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ ബെയ്ലിയെ മാറ്റി നിർത്താനുള്ള ഒരു പദ്ധതികൾ അവർ ആഴ്ചകൾക്ക് മുൻപേ തയ്യാറാക്കി വെച്ചിട്ടുള്ളതായിരുന്നു. എന്നാൽ ചില റെസ്ലേഴ്സിന് ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ബെയ്ലി എന്ന താരത്തിനോട് ഒരു സിമ്പതിയൊക്കെ ഉണ്ടായിരുന്നു. അവർ ക്രിയേറ്റീവ് ടീമിനെ ബെയ്ലി എന്ന താരത്തെ ഒഴിവാക്കേണ്ട, അത് വേണ്ട, ആ സ്റ്റോറി ഒഴിവാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ബെയ്ലിക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്തത് എന്തോ അതേ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചത്. അപ്പോൾ ബെയ്ലി എന്ന താരത്തിൻ്റെ ഒരു റീപ്ലേസ് ആയിട്ട് ലൈറ വാൽക്കീരിയയുടെ പാർട്ണറായിട്ട് ആര് വരും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. ബെക്കി ലഞ്ച് ആയിരിക്കാൻ സാധ്യതയുണ്ട്. റസൽമേനിയ 41 രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ വാർത്തയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബെക്കി ലഞ്ച് ഹോൾ ഓഫ് ഫെയിം സെറിമണിയിൽ അടക്കം പങ്കെടുത്തുകൊണ്ട് WWEയുടെ ലൈവായിട്ടുള്ള ഓൺ സ്ക്രീനിലേക്ക് വന്നതുകൊണ്ട് തന്നെ ബെക്കി ലഞ്ച് ലൈറ വാൽക്കീരിയയുടെ ഒരു പാർട്ണറായിട്ട് WWEയിലേക്ക് മാസങ്ങൾക്ക് ശേഷം തിരികെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നും കേൾക്കുന്നുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജെ ഊസോ എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ജെ ഊസോ വിജയിച്ച ആ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു ഇംപ്രഷനൊന്നും കൊടുത്തിട്ടില്ല. ലൈക്കിനേക്കാൾ കൂടുതൽ ഡിസ്ലൈക്കുകളാണ് ഒരു വീഡിയോക്ക് കിട്ടുന്നത്. ഗിന്ദർ എന്ന പവർ ഹൗസ് വേൾഡ് ചാമ്പ്യനെ ജെ ഊസോയെ പോലെ മിഡ് കാർഡ് ലെവലിൽ നിൽക്കുന്ന ഒരു റെസ്ലർ പരാജയപ്പെടുത്തിയത് അത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു പോയിന്റ് അല്ല എന്നാണ് ഇപ്പോൾ കുറേയധികം ആരാധകർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. WWE സോഷ്യൽ മീഡിയയിലടക്കം അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ജെ ഊസോയുടെ എൻട്രൻസ് സമയത്തൊക്കെ അമേരിക്കയിലുള്ള ഫാൻസും യൂറോപ്യൻ ഫാൻസും ഒക്കെ ജെ ഊസോയെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ജെ ഊസോയ്ക്ക് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. ജെ ഊസോയ്ക്ക് ഒരു മിഡ് കാർഡിന് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു കഴിവില്ല എന്നുള്ളത് മുൻപേ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വേൾഡ് ചാമ്പ്യൻ ആയപ്പോൾ വിമർശനങ്ങൾ പറയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. നാലാമതായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് സൂപ്പർ താരമായ CM പങ്ക് റസൽമേനിയ 41 ആദ്യ ദിവസത്തിലെ ട്രിപ്പിൾ ത്രെറ്റ് മത്സരം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണം അറിയിച്ചോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. CM പങ്കിനോട് ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവർ ഈ പോൾ ഹേമിൻ്റെ ചതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ CM പങ്ക് പ്രത്യേകിച്ച് പ്രതികരണമൊന്നും അറിയിക്കാതെ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഭാവം സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അവിടെ വിട്ടു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ
സി എം പങ്ക് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പോൾ ഹേമൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു ചതി ഉണ്ടാകുമെന്നുള്ളത്. സെത്ത് റോളിൻസിൻ്റെ കൂടെ സി എം പങ്ക് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല പോൾ ഹേമന് പോകും എന്നുള്ളത്. റോമൻ റെയിൻസിനെ ചൂസ് ചെയ്താൽ പോലും സി എം പങ്കിന് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ സെത്ത് റോളിൻസിൻ്റെ കൂടെ പോൾ ഹേമന് പോകാനുള്ള ഒരു നീക്കം അത് എക്സ്പെക്റ്റ് പോലും ചെയ്തിട്ടുണ്ടായില്ല എന്നുള്ളത് ആ ഒരു മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സി എം പങ്ക് വേഴ്സസ് സെത്ത് ആ ഒരു സ്റ്റോറി തന്നെ ഇനിയും മുന്നോട്ട് പോകാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടിയാണ് അവർ സി എം പങ്കിൻ്റെ പ്രതികരണം ചോദിച്ചതിലൂടെ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്ന നെക്സ്റ്റ് സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. കൃത്യമായി റോമൻ റെയിൻസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും റോമൻ റെയിൻസിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടർ അവസാനിപ്പിക്കാൻ സാധ്യതകൾ ഏറെ എന്നുള്ളൊരു റൂമർ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ റോമൻ റെയിൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് പോൾ ഹേമൻ തന്നെ വിട്ടുപോകുന്ന ആ ഒരു സമയത്ത് വൈസ്മാൻ തന്നോട് ഒപ്പം ഇല്ലാത്ത ആ ഒരു സമയത്ത് ട്രൈബൽ ചീഫ് ക്യാരക്ടർ താൻ അവസാനിപ്പിക്കുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ റോമൻ റെയിൻസ് പഴയ ബിഗ് ഡോഗ് ക്യാരക്ടറിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ക്യാരക്ടർ ഒരു നോർമൽ ക്യാരക്ടറിലേക്കോ റോമൻ റെയിൻസ് പോകാൻ സാധ്യതകൾ ഏറെയാണ്. റോമൻ റെയിൻസിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസിനെ സംബന്ധിച്ചും ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല. ഇനി എന്നാണ് റോമൻ റെയിൻസ് വരിക, ഏത് പ്രീമിയം ലൈവ് ഇവൻറ്റിലാണ് റോമൻ റെയിൻസിന് മത്സരം ഉണ്ടായിരിക്കുക, സെത്ത് റോളിൻസിന് എതിരെയുള്ള സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ പോൾ ഹേമന് എതിരെയുള്ള ഒരു ശത്രുത തന്നെയായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു സ്റ്റോറി ലൈൻ പ്ലാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല. ട്രൈബൽ ചീഫ് ക്യാരക്ടർ അവസാനിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു റൂമർ മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. ട്രൈബൽ ചീഫ് ക്യാരക്ടർ അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണ് അറിയിക്കാനുള്ളത് അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.